എല്ലാ കൂടാതെ ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ തംബ്നെയിൽ അതിനകത്ത് എന്തെല്ലാം സ്ട്രാറ്റജീസാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പ്രൊഫഷണലായിട്ട് നമ്മളൊരു തംബ്നെയിൽ ചെയ്യാൻ നേരത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടതാണ് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം തുടക്കം മുതൽ അവസാനം വരെ കാണുക, എന്നാലേ നിങ്ങൾക്ക് ആ തംബ്നെയിൽ ഡിസൈനിങ്ങിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിലേക്ക് ഫസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിലേക്ക് ഒരു ഇമേജാണ് ഞാൻ ആഡ് ചെയ്തത്. അത്യാവശ്യം ലൈറ്റപ്പ് ഉള്ളൊരു ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ കർവ്, ഈ ഭാഗം, ഇതിൻ്റെ എഡ്ജ് ഭാഗം ഞാൻ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ടുണ്ട്. ഞാനങ്ങനെ ട്രാൻസ്പെറൻ്റ് ആക്കുന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എഡ്ജ് പോർഷൻ്റെ ഒരു കളറ് ഇപ്പുറത്ത് നമുക്കൊരു സ്മോക്കി എഫക്റ്റായിട്ട് കൊടുക്കാം. സ്മോക്കി എഫക്റ്റോ അല്ലെങ്കിൽ ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും പറയാം. കണ്ടല്ലേ, ഈ എഡ്ജിൻ്റെ കളർ തന്നെയാണ് ഞാൻ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്കൊരു ബോർഡറാണ് നമ്മൾ തമ്പനയിലൊക്കെ പ്രൊഫഷണലായി ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ബോർഡറൊക്കെ വേണം. ഓക്കെ, ഈ ബോർഡർ എങ്ങനെയാണ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കുക. അതിനുശേഷം എന്താണ് കണ്ടന്റ്, ഞാൻ യൂട്യൂബിൻ്റെ തമ്പനയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നത്. അതിൻ്റെ ട്യൂട്ടോറിയൽസ് ആണ് ചെയ്യുന്നത്. അപ്പം യൂട്യൂബിൻ്റെ തമ്പനയിലാണ്. അപ്പം യൂട്യൂബിൻ്റെ തമ്പനയിൽ, അപ്പോൾ യൂട്യൂബിൻ്റെ ലോഗോ കൊടുത്തു. യൂട്യൂബിൻ്റെ എന്ത് സംഭവമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? തംബ്നെയിൽ ഡിസൈൻ. പലരും യൂട്യൂബ് ടിപ്സ് ഒക്കെ പറയുന്ന ആൾക്കാരുടെ തംബ്നെയിലൊക്കെ കണ്ട ശ്രദ്ധിച്ചറിയാം. അവർ യൂട്യൂബിൽ നിന്നും കൊടുക്കും, യൂട്യൂബിൻ്റെ ലോഗോയും കൊടുക്കും, അതിനുശേഷം യൂട്യൂബ് ടിപ്സും കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി യൂട്യൂബിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ സബ് ടൈറ്റിലായിട്ട് എന്താണ് വേണ്ടത്, ടിപ്സ് എങ്കിൽ ടിപ്സ്. ഇപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ തംബ്നെയിൽ ഡിസൈനിങ് ആണ് ഞാൻ കൊടുത്തു, തംബ്നെയിൽ ഡിസൈനിങ്. അതിനുശേഷം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ചെയ്യുന്നത്? മൊബൈൽ ഫോണിൽ. ഓക്കെ, എന്നൂടെ പറയാം. ഇത് എന്തിനെ കുറിച്ചുള്ള സംഭവമാണ്, എന്തിനെ കുറിച്ചുള്ള കണ്ടന്റാണ്. യൂട്യൂബ്, അത് യൂട്യൂബിൻ്റെ എന്താണ് ചെയ്യുന്നത്? തംബ്നെയിൽ ഡിസൈനിങ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ? നാലാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മളൊരു കാര്യം എന്താ പറയുക, അത്യാവശ്യം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതിരിക്കുക. അത്യാവശ്യം ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ തംബ്നെയിൽ ചെയ്താൽ ഓക്കെ. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് തംബ്നെയിൽ ഡിസൈനിങ് മൊബൈൽ ഫോണിൽ ഇങ്ങനെ തംബ്നെയിൽ ചെയ്താൽ ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയാതിരിക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന സാധനം തന്നെയായിരിക്കും തൊട്ടപ്പുറത്ത് നമ്മൾ ഇതേ കണ്ടന്റ് ചെയ്യുന്ന ആൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷേ നമ്മൾ തംബ്നെയിൽ കൊടുക്കുന്ന നേരത്ത് എന്തെങ്കിലും ഒരു പുതുമയായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം കൊടുക്കുക. അതിനുശേഷം അഞ്ചാമതായിട്ട് ചെയ്യാൻ നേരത്ത് ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. ഇങ്ങനൊരു സാധനം കൊടുക്കുക. നമ്മളിതിനകത്ത് 5 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂട്യൂബിനെ കുറിച്ചാണ് പറയുന്നത്, യൂട്യൂബിൻ്റെ എന്ത് ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളിത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം എന്ന രീതിയിലുള്ളൊരു സംഭവങ്ങൾ കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു തംബ്നെയിൽ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് എൻ്റെ ഒരു എന്താ, ഞാൻ എൻ്റെ തംബ്നെയിൽസിനകത്തെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.